ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. എല്ലാവരും മക്കളെ അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ട് നിൽക്കല്ലേ. അപ്പൊ നമുക്കൊന്നൊരു അടിപൊളി കോണ്ടന്റ് ഡിസ്കസ് ചെയ്താലോ. അപ്പൊ ഏത് ചാപ്റ്ററത്തെയാണ് നമുക്ക് നോക്കാം? നമ്മുടെ റീജിയണൽ ആസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററത്തെയാണ് അല്ലേ. അപ്പൊ റീജിയണൽ ആസ്പിറേഷന്റെ ലൈവ് ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നമുക്ക് നോക്കിയാലോ. പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, നോക്കാം. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ മക്കളെ, ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് രാജീവ് ഗാന്ധി ലോങ് വാൾ അക്കോർഡാണ്. ഇതിനെ നമ്മൾ പഞ്ചാബ് അക്കോർഡ് എന്നും വിളിക്കും. അപ്പൊ ഈ ഒരു കാര്യം, നമ്മുടെ പഞ്ചാബ് അക്കോർഡ് അഥവാ രാജീവ് ഗാന്ധി ലോങ് വാൾ അക്കോർഡ് നമുക്ക് 3 മാർക്ക്, 6 മാർക്ക്, 8 മാർക്ക് ഒക്കെ ആയിട്ട് നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അത് നമ്മൾ എഴുതേണ്ട രീതിയുണ്ട്. 3 മാർക്ക് മാത്രം വരികയാണെങ്കിൽ എന്താണ് ഈ അക്കോർഡ്, ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് മാത്രം എഴുതിയാൽ മതി. പക്ഷെ ഒരു 6, 8 വരുന്ന സമയത്ത് ഈ അക്കോർഡിൽ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ തന്നെ ഇതിലുണ്ടായിരുന്ന പ്രൊവിഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു അക്കോർഡ് മൂലം വന്നിട്ടുണ്ടായിരുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളവിടെ കൊടുക്കണം. അപ്പം ഞാനിവിടെ എൻ്റെ മക്കൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് 8 മാർക്കിൽ എഴുതേണ്ട രീതിയിലാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം അത് 6 മാർക്ക്, 3 മാർക്കൊക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ച് ഷോർട്ടാക്കി കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ ദാ ഇവിടെ നോക്കിക്കേ മക്കളെ, റോഡ് ടു പീസ് ഒന്ന് നല്ല ക്ലിയർ ആയിട്ട് നോക്കി. എന്താ? സമാധാനത്തിന്റെ പാതയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ഈ ഒരു പഞ്ചാബ് അക്കോർഡ് സമാധാനം പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിലാവും. സമാധാനത്തിന്റെ പാതയാണെന്നും നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇവിടുത്തെ സമാധാനം പോയിട്ടുണ്ടാവുക? എവിടത്തെയാണ് സമാധാനം പോയത്? പഞ്ചാബ് അക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാബിലാന്ന് മനസ്സിലായല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരെ സമാധാനം പോയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സമാധാനം പോയത്, നമുക്ക് നോക്കാം. മക്കളെ, ഇവിടെ ഒരാളെ കാണുന്നില്ലേ? ഞാൻ ഈ സൈഡിലേക്ക് നിൽക്കാം. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ആരാണ്? നമ്മളെ ഉരുക്കു വനിത എന്നൊക്കെ പറയുന്ന നമ്മുടെ അയൺ ലേഡി അല്ലേ, നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. സോ ഇന്ദിരാഗാന്ധിയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചർ ഒന്ന് നോക്കിയേ. ഇതെന്ത് പിക്ചറാന്നറിയോ? കൃത്യമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ, പറഞ്ഞു തരാം. അതിന്റെ താഴെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ സ്റ്റാർ. അപ്പൊ അതുകൊണ്ടാണ് ബാക്കത്തെ പിക്ചർ ഒരു ബ്ലൂ കളറിലൊക്കെ ആക്കി കൊടുത്തത്. അപ്പൊ എന്താണ് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ? നമ്മള് ഈ ഒരു പഞ്ചാബ് അക്കോർഡായിട്ട് ഇതിനെന്താണ് ബന്ധം? റോഡ് ടു പീസ് മിസ് മുന്നേ പറഞ്ഞു. എന്താണ് ഈ റോഡ് ടു പീസ്? സമാധാനത്തിന്റെ പാതയിൽ എന്തിനാണ് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ വരുന്നത്? നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, ഈ ഒരു പിക്ചർ നല്ല രീതിയിൽ നോക്കി നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഞാൻ എന്താ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ ടെമ്പിൾ ആണ് മക്കളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സാണ്. ആ ഒരു അറ്റാക്കാണ് നടന്നിട്ടുള്ളത്. എന്ത് അറ്റാക്കാന്ന് നമുക്ക് പറയാം. ഒരു അറ്റാക്ക് നടന്നതിന് ശേഷമുള്ള പിക്ചേഴ്സാണ് എൻ്റെ മക്കൾ ഇപ്പോൾ ഇതാ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് കാണുന്നില്ലേ? ഓരോ പിക്ചേഴ്സും ഇത് സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഒക്കെ ഒന്ന് കാണാം കേട്ടോ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, വാട്ട് ഹാപ്പൻ 39 years ago. ഇത് ആ ഒരു സമയത്ത് അതിനുശേഷം വന്നിട്ടുള്ള ഒക്കെ ഒരു പത്ര കട്ടിങ്സിലുള്ള ഭാഗങ്ങളാണ് ഇവിടെ ഒരു പിക്ചറായിട്ട് കൊടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്താ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക മക്കളെ പറയുമ്പം. ഓക്കെ, യെസ്. ഓക്കെ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് 1984 ജൂണില് എന്നാണ്. 1984 ജൂണിൽ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം, അപ്പോൾ കുറച്ചുകൂടെ കാണുമല്ലോ. യെസ്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, അപ്പൊ ജൂണിൽ എന്ത് സംഭവിക്കുന്നു? ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. അതിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. എങ്ങോട്ടാണ് നടത്തുന്നത്? ഗോൾഡൻ ടെമ്പിളിലേക്കാണ് നടത്തുന്നത്. എങ്ങോട്ടാണ്? ഗോൾഡൻ ടെമ്പിളിലേക്ക് ഒരു ഓപ്പറേഷൻ നടത്തുന്നു. ആ ഓപ്പറേഷനിൽ ആ ഒരു ക്ഷേത്രത്തെ, ഗോൾഡൻ ടെമ്പിളിലെ എല്ലാ മിലിറ്റൻസിനും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫ്ലഷ്ഡ് ഔട്ട് ആക്കാൻ പറ്റും. അവിടെയുള്ള ആളുകളൊക്കെ ഇവരെന്ത് ചെയ്യുന്നു? പുറത്താക്കുന്നുണ്ട്. പക്ഷേ അതെന്തിന് കാരണമായി എന്നാ പറയുന്നത്? ഇറ്റ് ഡീപ്ലി ഹേർട്ട് ദ സെന്റിമെന്റ്സ് ഓഫ് ദ സിഖുകാരുടെ മതവികാരത്തെ അതെന്ത് ചെയ്തു? വളരെയധികം വ്രണപ്പെടുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ അവരുടെ വിശ്വാസത്തിന്മേലുള്ള ഒരു അറ്റാക്ക് ആയിട്ടാണ് അവർക്ക് ഇത് എന്ത് ചെയ്തത് തോന്നിയിട്ടുള്ളത്. അവരുടെ വിശ്വാസത്തിന് മേലെ നമ്മൾ ഒരു അറ്റാക്ക് ഒന്ന് ആക്രമിച്ചതായിട്ടാണ് അവർക്ക് ഇത് ഫീൽ ചെയ്തത്. ഇറ്റ് ക്രിയേറ്റഡ് എ ഫീലിംഗ് ഓഫ് റിവെഞ്ച്. അങ്ങനെ അവരുടെ ഇടയിൽ എന്ത് ചെയ്തു?
ആരാണോ ഈ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് പദ്ധതി ഇട്ടത്, അല്ലെങ്കിൽ ആരാണോ അത് സ്റ്റാർട്ട് ചെയ്തത്, അവർക്ക് നേരെ വാശി ഉണ്ടാവാൻ തുടങ്ങി. വാശിയല്ല, പ്രതികാരം ഉണ്ടാവാൻ തുടങ്ങി അല്ലേ. അങ്ങനെ പ്രതികാരാഗ്നി ആളിക്കത്തിക്കൊണ്ടിരുന്നു. അത് അവസാനിച്ചത് എപ്പോഴാണ്? ഇന്ദിരാഗാന്ധിയെ, പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയെ 1984 ഒക്ടോബർ 31 എന്ത് ചെയ്യുന്നു? അസാസിനേറ്റ് ചെയ്യുന്നു, വധിക്കുന്നു, കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ആരാണ് വെടിവെക്കുന്നത്? കാക്കാൻ നിശ്ചയിച്ച ആൾ തന്നെ, അതായത് ഇന്ദിരാഗാന്ധിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന ബോഡി ഗാർഡിൽ ഒരാളാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ റെസിഡൻസിൽ വെച്ചിട്ട്, അവർ താമസിക്കുന്ന ആ വീട്ടിൽ വെച്ചിട്ട് ഇന്ദിരാഗാന്ധിനെ എന്ത് ചെയ്യുന്നു? കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാജ്യത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് കലാപങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എക്സ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ സിഖ് കമ്മ്യൂണിറ്റിക്കെതിരെ എല്ലാവരും തിരിയാൻ തുടങ്ങി. ഇപ്പം അതിൽ 1-2 ആളുകൾ അല്ലെങ്കിൽ ഒരു 100 ആളുകൾ ചേർന്നിട്ടായിരിക്കും ഇതിന് പദ്ധതി ഇട്ടത്. അതിലൊരാളാണ് ഇത് ചെയ്തത്. പക്ഷേ സിഖ് കമ്മ്യൂണിറ്റിനൊക്കെ എന്ത് ചെയ്യുക? എഗെയിൻസ്റ്റ് ആയി കാണാനും അവർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനും ആര് തുടങ്ങി എന്നാണ് പറയുന്നത്? നമ്മുടെ ഇന്ത്യയിലെ ആളുകളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇന്ദിരാഗാന്ധി മരണപ്പെട്ടു. 1984 തന്നെ ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധിയും എന്ത് ചെയ്യുന്നു? ഭരണത്തിൽ കയറുകയാണ്. പ്രൈം മിനിസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നു? അവരോധിക്കുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം പഞ്ചാബിലെ അകാലിദൾ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സായിട്ട് ഒരു ചർച്ചയ്ക്കിരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. രാജീവ് ഗാന്ധിയും അകാലിദളിലെ ലീഡറായിട്ടുണ്ടായിരുന്ന, അപ്പം ഞാനത് കളറ് മാറ്റി നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, രാജീവ് ഗാന്ധിയും അകാലിദളിലെ ലീഡറായ ഹരിചന്ദ് സിംഗ് ലോങ്വാൾ, ഇപ്പം മനസ്സിലായ ലോങ്വാൾ, രാജീവ് ഗാന്ധി ലോങ്വാൾ ഒക്കെ അവിടുന്ന് എന്താ പറയുന്നത്? അങ്ങനെ രാജീവ് ഗാന്ധിയും അതേപോലെ തന്നെ അകാലിദളിലെ ലീഡറായിട്ടുണ്ടായിരുന്ന ഹരിചന്ദ് സിംഗ് ലോങ്വാളും കൂടെ എന്ത് ചെയ്യുന്നു? ഒത്തുചേരുന്നു, അവർ സംസാരിക്കുന്നു. അങ്ങനെ അവരൊരു എഗ്രിമെൻ്റ് ഒപ്പുവെക്കുന്നു. ഈ എഗ്രിമെൻ്റാണ് രാജീവ് ഗാന്ധി ലോങ്വാൾ അക്കോർഡ് അഥവാ പഞ്ചാബ് അക്കോർഡ് എന്ന് പറയുന്നത്. 2 രീതിയിലും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ 2 രീതിയിലും എഴുതാൻ സാധിക്കണം കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇതിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആയിരുന്നു അവർ പറഞ്ഞു വെച്ചത്? എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്? ചണ്ഡീഗഡ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? പഞ്ചാബിന് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുന്നു. ആൻഡ് പിന്നെ പറഞ്ഞത് എന്താണ്? ഒരു കമ്മീഷൻ എന്തിനാണ്? പഞ്ചാബിലെയും ഹരിയാനയിലും ഇവർ തമ്മിൽ ബൗണ്ടറി ഡിസ്പ്യൂട്ട്, അതിർത്തി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നു. പിന്നെ പറയുന്നത് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് രവി അതേപോലെ ബീസ്, ഇത് രണ്ടും നമ്മുടെ സിന്ധു നദിയുടെ പോഷക നദിയാണ്. നമ്മുടെ ഇൻഡസ് നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഇവിടുത്തെ വെള്ളത്തിനെ ചൊല്ലിയിട്ട് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം പഞ്ചാബിലേക്കും രാജസ്ഥാനിലേക്കും ഹരിയാനയിലേക്കും ഈ വെള്ളം എത്താൻ വേണ്ടിയിട്ട് ട്രിബ്യൂണൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. പിന്നെന്തെയാണ്? ഈ പഞ്ചാബിൽ മിലിറ്ററി അറ്റാക്ക് നടന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ പ്രശ്നമായിരുന്നു. ഒരുപാട് ആളുകൾ അറ്റാക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ മിലിറ്റൻ്റ് അല്ലാത്ത ആളുകൾക്കും അപകടം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തക്കതായ രീതിയിലുള്ള കോമ്പൻസേഷൻ നൽകുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പഞ്ചാബിൽ ഉണ്ടായിരുന്ന ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് എന്ത് ചെയ്യാണ്? വിഡ്രോ ചെയ്യുന്നുള്ളതും തീരുമാനിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു എഗ്രിമെൻറ്റിലെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യാണ് മക്കളെ ചെയ്യുന്നത്? ഇതൊക്കെ ഉണ്ടായിട്ട് കൂടി മിലിറ്റൻസി വാസ് ഇവൻച്വലി ബ്രോട്ട് അണ്ടർ കൺട്രോൾ. അത് അവിടുത്തെ മിലിറ്ററിയൊക്കെ കൺട്രോൾഡായി. പക്ഷേ ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, ഒരുപാട് മെറ്റീരിയൽസ് അവർക്ക് നഷ്ടപ്പെട്ടു. പഞ്ചാബിൽ ഇപ്പം നമ്മൾ സിഖുകാർ മാത്രമല്ല, ഹിന്ദുസ് ആയാലും അങ്ങനെ ഒരുപാട് ആളുകൾ, മരണത്തിന് ജാതിയും അതൊന്നുമില്ലല്ലോ. വെടി പൊട്ടിയിടണമെങ്കിൽ, ബോംബ് പൊട്ടിയിടണമെങ്കിൽ അത് സിഖുകാരെ മാത്രം കൊല്ലണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൊല്ലണം, മുസ്ലിംസുകളെ കൊല്ലണം നമ്മൾ പറയുമല്ലോ, നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് അവിടെ ഉണ്ടായിരുന്ന പ്രദേശത്തെ ആളുകൾ മുഴുവൻ എന്ത് ചെയ്യുക? മരിക്കുകയല്ല ചെയ്യുന്നത്. ഈ പൊട്ടുന്ന ബോംബിന് ഹിന്ദു ആണോ മുസ്ലിം ആണോ, ആരെയാണ് കൊല്ലേണ്ടത്, അല്ലെങ്കിൽ സിഖുകാരെ കൊല്ലണമെന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ ആ ഒരു നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലെ മിലിറ്റൻസിനെ അവരെ ഒഴിവാക്കാനാണെങ്കിലും അവരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. എന്താണ്
നമ്മൾ ഈ ഒരു ബോംബിലൊന്നും അറിയില്ലോ. നമ്മൾ തിരിച്ചങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ ആളുകളും കുറേ മരണപ്പെട്ടിട്ടുണ്ട്, പുറത്തത്തെ ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അതാണ് മെന്നും അതേപോലെ തന്നെ മെറ്റീരിയലും നഷ്ടപ്പെട്ടു, ഒരുപാട് ആളുകളുടെ ജീവിതവും എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ജാതി മതങ്ങളൊന്നുമില്ല, എല്ലാവരും ജീവിതം എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെട്ടൊന്നായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പറഞ്ഞു. അതിനെ തുടർന്നിട്ട് നമ്മൾ പഞ്ചാബ് ലോങ്വാൾ അക്കോർഡ് പറഞ്ഞു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനുള്ള ഇതിനായിട്ടാണ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിനെ അസാസിനേറ്റ് ചെയ്തത്, കൊന്നത്. അതിനുശേഷം അവരുടെ മകൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അവർ ഭരണത്തിൽ വരുന്നു, അല്ലെങ്കിൽ അവരോധിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകനായ ആരാണ്, രാജീവ് ഗാന്ധിയും പഞ്ചാബിലെ അകാലിദൾ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ലീഡറായ ഹരിചന്ദ് സിംഗ് ലോങ്വാളുമായിട്ട് ചർച്ചയ്ക്കിരിക്കുന്നു. ഇവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഒപ്പുവെക്കുന്നു. ഇതാണ് പഞ്ചാബ് അക്കോർഡ് അഥവാ രാജീവ് ഗാന്ധി ലോങ്വാൾ അക്കോർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കണ്ടീഷൻസും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ 3 മാർക്കിന്, 6 മാർക്കിന്, 8 മാർക്കിന്, പല മാർക്കിലും നമുക്ക് ചോദിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് 8 മാർക്കിനാണ്. അപ്പം 8 മാർക്കിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കുറച്ച് പോയിന്റ്സും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ 8 മാർക്കിന് വേണ്ട പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, അത് നിങ്ങൾ 3 മാർക്കിനും 6 മാർക്കിനും ഒക്കെ വരുന്ന സമയത്ത് ചുരുക്കിയിട്ട് അത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനോ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നത്തോ ഏത് ചാപ്റ്ററിനായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ, ഇതേപോലെ ഷോർട്ടായിട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. മിസ് അതൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്, അതായത് ഇന്നത്തെ ഒരു കോണ്ടന്റ് വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു സെക്ഷനിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.